നമസ്കാരം. നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. രാജ്മോഹൻ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് മറച്ചു വയ്ക്കുന്നു. അത് പുറത്തു വിടാതിരിക്കാൻ അവർ ശ്രമിക്കുന്നു. എന്താണ് കാരണം? കാരണം പ്രമുഖരെ രക്ഷിക്കാനാണെന്ന് നമ്മൾ പറയേണ്ടി വരും. ഉം. അത് വളരെ വിചിത്രമാണ്. ഇതിൽ സർക്കാർ പറയുന്ന ന്യായങ്ങളൊക്കെ തന്നെ. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും വളരെ സ്വകാര്യത ഉള്ള ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നാണ്. സ്വകാര്യത ഒഴിവാക്കാൻ തന്നെ ചെയ്യണം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ പേര് നമ്മൾ ഒരിക്കലും കൊടുക്കാറില്ലല്ലോ. പുരുഷന്റെ പേരാണ് പുറത്തു വരാറുള്ളത്. എല്ലാവരുടെ കേസിലും പുരുഷന്റെ പേര് പുറത്തു വരികയൊക്കെ ചെയ്യുമല്ലോ. എന്തുകൊണ്ട് സർക്കാർ ഇത് മടിക്കുന്നു? വളരെ വിചിത്രമാണ്. സ്വകാര്യത എന്ന് പറയുന്നത് തീർച്ചയായും സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ സ്വകാര്യത എന്തേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരണം. സ്വകാര്യത എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു നടിയോ ഒരു സാങ്കേതിക കലാകാരിയോ മൊഴി കൊടുത്തിട്ടുണ്ട്, എന്നെ ഇന്നയാൾ പിടിച്ചു, അല്ലെങ്കിൽ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അശ്ലീലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് മറ്റ് അവരുടെ സ്വകാര്യ കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പറഞ്ഞ സ്ത്രീയുടെ ഐഡന്റിറ്റി സംരക്ഷിക്കണം. തീർച്ചയായും അതിന് പ്രത്യേക ഉത്തരവൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ നിയമം അതാ. നമ്മൾ പോലും വാർത്തയിൽ അങ്ങനെ ആരെങ്കിലും പേര് കൊടുക്കാറില്ല. നമ്മുടെ നിയമം അതാണല്ലോ. അതായത് ഒരു പീഡനത്തിന് ഇരയായ ഒരു സ്ത്രീയുടെ ഏതെങ്കിലും തരത്തിലുള്ള, പ്രത്യേകിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയായ ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാൽ അത് ജയിലിലാകാം. വീടോ വീടിന്റെ പരിസരമോ ആണ് കാണിക്കുന്ന പോലും തെറ്റാണ്. കുട്ടികളുടെ പ്രത്യേകിച്ച്. അതെ. അതുപോലെ തന്നെ കുട്ടികളുടേത് പോക്സോ നിയമമായി പെടുന്ന അവരുടെ സ്ഥാപനങ്ങളോ പള്ളിക്കൂടമോ പള്ളിയോ ദേശമോ പോലും പറയാൻ കാണിക്കാൻ പാടില്ല. പലപ്പോഴും ഈ പീഡകരായ പിതാക്കന്മാർ രക്ഷപ്പെടുന്ന അങ്ങനെയാണ്. അവരുടെ പേരും ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയത്തില്ല. അമ്മയുടെ രണ്ടാം ഭർത്താവ് എന്ന് പറയുന്നതിന്റെ ഒക്കെ പ്രശ്നം ഇതുണ്ട്. അതെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാവും. അപ്പം ആ കാരണത്താൽ ഈ ഒരു സാഹചര്യം ഉള്ളപ്പോൾ സർക്കാർ എന്തിനു വേണ്ടി ഇത്തരം വിലാവേശം കാണിക്കുന്നു? ആദ്യത്തെ ചോദ്യം. ഈ എന്താണ് സ്വകാര്യത, എന്താണ് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത്? ആരുടെ സ്വകാര്യതയാണ് അതെ, സ്വകാര്യത? ഞാൻ ഇതേക്കുറിച്ചൊരു എൻ്റെതായിട്ടുള്ള അന്വേഷണം നടത്തി. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നത്. ഒന്നാമത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വിവരാവകാശം അപേക്ഷ കൊടുക്കുന്നവരോട് ഇത് പറ്റത്തില്ല, ഇത് കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ് ആണ് എന്ന് പറഞ്ഞ് തള്ളുകയാണ്. സാംസ്കാരിക വകുപ്പാണ് തരേണ്ടത്. അതെ. അപ്പോൾ ഇവർ വിവരാവകാശ കമ്മീഷൻ അടുത്ത് ചെല്ലുന്നു. വിവരാവകാശ കമ്മീഷൻ ഉത്തരവിടുന്നു, ഇത് കൊടുക്കണം. അപ്പോൾ അവർ വിവരാവകാശ കമ്മീഷൻ ഒബ്ജക്ഷൻ വെക്കുന്നു, ഇത് പ്രൈവസിയെ ബാധിക്കും. അപ്പോൾ അവർ നിങ്ങളൊരു കാര്യം ചെയ്യും, അത് ഇങ്ങോട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇവരിതുകൊണ്ട് അയക്ക് കൊടുക്കുമ്പോഴും ഈ റിപ്പോർട്ട് 295 പേജിലെ റിപ്പോർട്ട് മാത്രമാണ് കൊടുത്തത്. ഇതിൻ്റെ അനുബന്ധമായ ഫയലുണ്ട്, മുഴുവൻ മൊഴികളൊന്നും കൊടുത്തിട്ടില്ല, ഡോക്യുമെന്റുകൾ ഒന്നും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുള്ളത് 295 പേജുള്ള റിപ്പോർട്ട് മാത്രമാണ്. ആ റിപ്പോർട്ടിൽ തന്നെ വെളിപ്പെടുത്തരുതാത്ത സ്വകാര്യം എന്നുള്ള സാധനം കമ്മീഷണർ തന്നെ രേഖപ്പെടുത്തി വിട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇവർക്ക് മറ്റ് ന്യായങ്ങളൊന്നും പറയാൻ ആവശ്യമില്ല. പക്ഷെ എന്നിട്ടും മറച്ചു വയ്ക്കുകയാണ്. അതെന്തുകൊണ്ട് മറച്ചു വെക്കുന്നു? അത് മറച്ചു വയ്ക്കാനുള്ള കാരണം എന്ത് എന്ന് മാത്രമല്ല, ഈ ഒരു സമീപനമാണോ സർക്കാരിന് എല്ലാ വിഷയത്തിലും ഉള്ളത്? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതാണ് പ്രധാനം. അങ്ങനെയാണെങ്കിൽ എല്ലാ വിഷയത്തിലും ഇതേ സമീപനം എടുക്കണം. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, സിനിമാ ഫീൽഡിലെ നടിമാർ സുരക്ഷിതരാണോ എന്നതാണ്. അപ്പൊ ഞാൻ കേട്ടിട്ടുള്ളത്, രാജ്മോഹൻ എന്നേക്കാൾ നന്നായി പറയാൻ പറ്റും, ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ തിക്കുറിശി സുകുമാരൻ ഇക്കാര്യത്തിൽ വേന്ദ്രനായിരുന്നു എന്നാണ്. ശാന്തയുടെ ആത്മകഥയിൽ അദ്ദേഹത്തെ ആദ്യം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. എന്താ പറയുക, അവരെ പീഡിപ്പിക്കാൻ സംബന്ധിച്ച് ഏറ്റവും മോശമായി പെരുമാറിയതായിട്ടൊക്കെ നിരന്തരമായി അടൂർ ഫാസിക്കും തിക്കുറിശിക്കും എല്ലാം എതിരെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു ആ പുസ്തകത്തിൽ. അത് ഭീകരമായിരുന്നു ആ ഭാഷ അവർ എഴുതിയിരുന്നത്. അതല്ല, അത് അവർ പറയുന്നത് ഇവർ നിരന്തരമായി അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ്. രണ്ടുപേരും ശ്രമിച്ചു എന്നും അതിന് വഴങ്ങാത്തതുകൊണ്ട് അവസരങ്ങൾ നിഷേധിച്ചു എന്നാണ് പറയുന്നത്. സിനിമയിൽ അവർ അത്ര പവർഫുൾ ആയതുകൊണ്ട് അല്ല, ഈ തിക്കുറിശിയെ കുറിച്ച് അല്ലാതെ എല്ലാവരും പറയാറുണ്ടല്ലോ, എല്ലാ സ്ത്രീകളുടെ മോശമായിട്ട് അവർ പെരുമാറുന്ന പറഞ്ഞു. കുറച്ചൊക്കെ അല്ല, നമുക്ക് അറിയില്ല. എന്നാലും അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിൽ താല്പര്യനായ ഒരാളാണെന്ന് പൊതുവെ സിനിമയിൽ ഇങ്ങനെ ഒരു. പക്ഷെ പ്രേം നസീറിന് വരെ പേരിട്ടത് കുറിച്ചാണ്. സിനിമയിൽ അധികായനായിരുന്നു. അധികായം തന്നെയാണ്. മലയാള സിനിമയും നാടകവേദിയിൽ മോശമായി മാറ്റിയ ആളാണ് അദ്ദേഹം. അദ്ദേഹം വളരെ വലിയ ആളാണ്. അദ്ദേഹം വെറും നടനല്ല, അദ്ദേഹം സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, അദ്ദേഹം കവിയാണ്. സിനിമാ പാട്ട് എഴുതിയിട്ടുണ്ട്. നല്ല നല്ല സിനിമാ പാട്ട്, തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണ നല്ല പാട്ട് അദ്ദേഹമാണ്. ഉദ്യാന പാലക പുഷ്പവാടി അതൊക്കെ അത് എഴുതിയതാണ്. അത് എഴുതിയതാണ്. വലിയ പ്രഗത്ഭനായിരുന്നു.
നമ്മൾ ഇപ്പോൾ ഓർക്കേണ്ട ഒരു സിനിമയുണ്ട്, ഇപ്പോൾ പലരും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. 83 പുറത്തിറങ്ങിയ ലേഖയുടെ പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക്, കെ ജോർജ് സാർ സംവിധാനം ചെയ്ത സിനിമയാണ്. അത് സിനിമയ്ക്കുള്ളിലെ സിനിമ ആദ്യമായി മലയാളത്തിൽ സത്യസന്ധമായി കാണിച്ചൊരു സിനിമ അതാണ്. പിന്നെ ശ്രീനിവാസന്റെ ഒരു പടം അടുത്ത കാലത്ത് ഇറങ്ങിയത്, അതായത് നമ്മുടെ ഒരു നടനായിട്ട് ഉദയനാണ് ഉദയനാണ് താരം. ഞാൻ എണ്ണഭാഗം ഇറങ്ങി, ഡോക്ടർ പത്മശ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ല, ഇതിന്റെ ശരിക്കും ആ ധൈര്യം കാണിച്ച അന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ലേഖന പറഞ്ഞ ഫ്ലാഷ് ബാക്കിൽ അന്ന് നമ്മുടെ നാട്ടിലെ നടിമാർ അനുഭവിക്കേണ്ടുന്ന ദുരന്തം തന്നെയാണ് അത്. കണ്ടിട്ടുണ്ടോ ആ സിനിമ? ഇല്ല. അപ്പൊ അത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ അന്തരിച്ച നടി ശോഭയുമായി ചില സാദൃശ്യങ്ങൾ അതിലുണ്ടാകാം. ശോഭയുടെ മരണം ഏകദേശം മരണം അവർ തൂങ്ങി മരിക്കുകയായിരുന്നു. പക്ഷെ അവർ ഈ കഥയിൽ പറഞ്ഞതുപോലെ ഈ സിനിമയിൽ ഒരു നാട്ടും പുറത്തുനിന്ന് ഒരു പെൺകുട്ടി അമ്മയൊത്ത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അന്നത്തെ മദിരാശി വരുന്നു. പിന്നീട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു, വളരെ മോശമായ ജീവിതം നയിക്കുന്നു. പിന്നീട് സിനിമയിൽ ഉയരങ്ങളിൽ എത്തിയിട്ട് ആത്മഹത്യ ചെയ്യുന്നതാണ് കഥ. പക്ഷെ ശോഭയെ സംബന്ധിച്ച് അവർ പഴയ നാല് നടിയായിരുന്ന പ്രേമയുടെ മകളാണ്. അത് തന്നെ അവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു സിനിമയിൽ എൻട്രി. ബാലതാരായിട്ട് തന്നെ അഭിനയിച്ചു, പല സിനിമയിലും അഭിനയിച്ചു. പിന്നീട് അവർക്ക് ബാലുമഹേന്ദ്രയുമായിട്ട് അവർ ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയ. ബാലുമഹേന്ദ്ര ഒരുപാട് പ്രായത്തിന് മൂത്ത ക്യാമറാമാനും സംവിധായകങ്ങളാണല്ലോ. അവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണോ, ഇത് ആത്മഹത്യയാണോ, എന്താണോ അതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും ഒരു ധാരണയില്ല. മറ്റു ചിലർ പറയുന്നുണ്ട് ഇതിൽ ഈ സിനിമാ നടിയായി തീരുന്നവരെയുള്ള ആ ജീവിതം വേറെ ഏതൊരു നടിയുടേതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും അന്നത്തെ നടിമാരുടെയൊക്കെ പലരുടെയും ദുരൂഹ മരണങ്ങളുണ്ട് ഒരുപാട്. നമ്മൾ അന്വേഷിച്ച് നമ്മൾ അത്ഭുതപ്പെടും. ചിലപ്പോൾ ഈ സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തത്. അപ്പൊ ഞാൻ പറയാം, അത്തരം ഒരു സിനിമാ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കണം. നമ്മളിപ്പം ഒരു 150 വർഷം മുമ്പ് നമ്മുടെ ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് ഏറ്റവും പൊളിറ്റിക്കലി കറക്റ്റായിട്ട് സംസാരിക്കുന്നവർ സായിപ്പുമാരാണ്. ഏറ്റവും പൊളിറ്റിക്കലി കറക്റ്റാണ്. അവരുടെ ഉള്ളിലുള്ള വംശീയത അവർ പുറത്തെടുക്കത്തില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ വംശീയതയുണ്ട്. അവരുടെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടാണ് അവർ ഈ നിയമം ലംഘിച്ച് അവിടേക്ക് വരുന്നവർക്ക് പോലും അഭയം കൊടുക്കുന്നത്. അവരവിടെ ഒന്ന് ബോംബ് പൊട്ടിച്ചും ബഹളം വെച്ചുമൊക്കെ കഴിയും. അഫ്ഗാനിൽ എല്ലായിടത്തും സിറിയ എന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഈ സായിപ്പ് 150 വർഷം മുമ്പ് മനുഷ്യനെ അടിമയായി കൊണ്ടുപോകുന്നവനാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ചിന്തിക്കുമ്പോഴാണ് ലോകത്തിന്റെ ഒരു ഭീകരത. അത് വെറും 150 വർഷം മുമ്പ്. 150 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പന്റെ കാലത്ത്, അത് 2-3 തലമുറ മുമ്പ് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച ചങ്ങനാശ്ശേരി അടിമ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ പായിപ്പാട് ആ ഭാഗത്തൊക്കെ അടിമ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഈ ബിനിൽ എന്ന് പറയുന്ന പയ്യന്റെ ഒരു ബിനിൽ എന്നാണ് പറഞ്ഞത്, അവൻ്റെ ഒരു പുസ്തകം, അവൻ്റെ റിസർച്ചാണ് ഞാൻ വായിച്ചു. നമുക്ക് ഭയങ്കര രസം തോന്നുന്ന ഒരുപാട് കഥകൾ. അതായത് ഈ മുണ്ടക്കയം ഭാഗം, ഞങ്ങളുടെയൊക്കെ സ്ഥലം മുണ്ടക്കയം, കോപ്പള്ളി, ആ ഭാഗങ്ങളിലൊക്കെ കാടായിരുന്നു. അപ്പൊ ഈ കാട്ടിൽ താമസിച്ചിരുന്ന ആദിവാസികൾ, അയാൾ പറയുന്നത് ദളിതരാണ് പൊതുവെ, ഈ പട്ടികജാതി പട്ടികവർഗമായി പിന്നീട് മാറിയ ഈ ദളിതരാണ് വാസ്തവത്തിൽ അടിമ കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ ഇരയാപ്പെട്ടത്. അവരെക്കാൾ ദയനീയ സ്ഥിതിയിലായിരുന്നു ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ. ഈ മുണ്ടക്കയം അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കുന്നിൽ മലയൊക്കെ ഇവിടുന്ന് ഈ നമ്മുടെ കോട്ടയത്തെ സാഹിബുണ്ടല്ലോ, ഈ ബേക്കർ സാഹിബിനെ കാണാൻ വന്നു അവിടുന്ന് ഒരാൾ. ഇവരെ കാണാൻ ചെല്ലുമ്പോൾ മുണ്ടക്കയത്തൊരു പുഴയുടെ തീരത്തിൽ ഇവരൊക്കെ മരത്തിന്റെ മണ്ടയിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നത്. അത്ര ഭയന. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇതുമായി ബന്ധമില്ല പറയാണ്, ഇവരാണ് ഈ മലയരയ വിഭാഗത്തിൽപ്പെട്ടവർ. പക്ഷെ പിന്നീട് ഈ മുണ്ടക്കയത്തിന്റെ ഭാഗം, നമ്മുടെ മേലുകാവ് അല്ലെങ്കിൽ അത്തരത്തിൽ പല ഭാഗങ്ങളെയും, കോപ്പിളിയുടെ പല ഭാഗങ്ങളെയും മലയരയ വിഭാഗം ആദിവാസികളെ സെറ്റിൽ ചെയ്യും. അവരെല്ലാം ഇന്ന് ഉയർന്ന നിലയിലെത്തുകയും ചെയ്തു. നമ്മൾ ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പട്ടികവർഗക്കാർ ധാരാളം പേർ കേരളത്തിലുണ്ട്. മെയിൻലി ഈ പറയുന്ന മേലുകാവാണ്. ഒരു PWD ഒരു ചീഫ് എഞ്ചിനീയറൊക്കെ ഉണ്ടായിരുന്നു, ജോസഫ് എന്നൊക്കെ പേരുന്നില്ല. അപ്പൊ ഇതെല്ലാം ഈ വിഭാഗത്തിൽപ്പെട്ട. ആ 150 വർഷം മുമ്പ് അടിമകളായി കാട്ടിൽ താമസിച്ചിരുന്ന മനുഷ്യരാണ് ഇപ്പോൾ സർക്കാർ ഓഫീസുകളിലൊക്കെ ഉയർന്ന തസ്തികയിലിരിക്കുന്നത്. വലിയ മാറ്റം. ഈ സംവരണത്തിനെ തള്ളി പറയുമ്പോൾ നമ്മൾ നല്ലൊരു കാര്യമാണ് തീർച്ചയായും. അപ്പം ഞാൻ പറഞ്ഞു വന്ന അതല്ല, അത് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു. ഈ 150 വർഷം മുമ്പ് സായിപ്പ് മനുഷ്യരെ ചെങ്ങലക്കിട്ട് അടിമയാക്കിയിരുന്നൊരു ലോകമാണ് നമ്മുടേത്. അപ്പോൾ അടുത്തത് കഥയിലേക്ക് വരികയാണ്. ഒരു 30 കൊല്ലം മുമ്പത്തെ കഥയാണ്, ഒരു 25 കൊല്ലം മുമ്പത്തെ കഥയാണ്. ഇവിടെ ഏഷ്യാനെറ്റ് മാത്രം ഉള്ള കാലം, ദൂരദർശൻ കൂടാതെ ഏഷ്യാനെറ്റ് മാത്രമുള്ള കാലം. എന്നോട് നമ്മുടെ ഡോക്ടർ, ഇവിടെ കഴക്കൂട്ടത്ത് മത്സരിച്ച ഡോക്ടർ ആരാ, ഡോക്ടർ എസ് എസ് ലാൽ എന്നോട് പറഞ്ഞു. അന്ന് അദ്ദേഹം അവിടെ ഏഷ്യാനെറ്റ് ഒരു ആരോഗ്യ പരിപാടി ചെയ്യുന്നുണ്ട്, ആദ്യത്തെ മലയാള പരിപാടി. ഇവിടെ ചെല്ലുമ്പോൾ ഇവിടുത്തെ സംഭാഷണങ്ങൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. അതായത് സ്ത്രീകളോടുള്ള
അവിടുത്തെ മുതിർന്ന ജേർണലിസ്റ്റുകളുടെ പെരുമാറ്റങ്ങളെ, വലിയ ബുദ്ധിജീവികളാണ് അവിടെ ബുദ്ധിജീവികളാണ്, അതെ. അവരുടെ വർത്തമാനം, അവരെ ക്ഷണിക്കുന്നത്, അവരെ വിളിക്കുന്നതൊക്കെ ഭയങ്കരമായി നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞത് ഇതൊരു 25 കൊല്ലം മുമ്പ് കോമൺ ആയിട്ടുള്ള ഒരു സാഹചര്യമായത്. ഇപ്പം ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞാൻ നമ്മുടെ അജയ് മുത്താനെ അറിയാം, അജയ് മുത്താനെ കേരള മുതലുണ്ടായിരുന്നു. അജയ് മുത്താനെ ഞാനും അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര്, നമ്മുടെ പ്രമേഷ് കുമാർ, ഇപ്പോഴത്തെ മാതൃഭൂമി പ്രമേഷ്, ഷാജഹാൻ, നമ്മുടെ ഏഷ്യാനെറ്റിന്റെ മറ്റേ കോഴിക്കോട് ഷാ, ഞങ്ങൾ കുറേ അധികം ആളുകൾ, കുറേ പേരുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് താമസിച്ചിരുന്നൊരു കാലമുണ്ട് ഈ തിരുവനന്തപുരത്ത് 25-30 കൊല്ലം മുമ്പ്. ഈ അജയ്യെ കാണാൻ വേണ്ടി ഞാൻ ഒരിക്കൽ മംഗളം പത്രത്തിന്റെ ഓഫീസിൽ വഴുതക്കാട് ബ്യൂറോയിൽ ഞാനവിടെ ചെല്ലുമ്പം ഈ അജയ് പയ്യന, അവൻ അവിടുത്തെ ട്രെയിൻ ചെയ്യാൻ പറ്റുവാണ്. അപ്പൊ ശശി എന്നോ മറ്റോ പേരെന്ന് എനിക്ക് തോന്നുന്നു, ഒരു മീശക്കാരൻ, ഒരു റഫായിരിക്കും. ഈ ശശി എൻ്റെ മുമ്പിൽ വെച്ച് ഈ അജയ്യെ ഒരു വാക്ക് തെറ്റിച്ചിട്ട് തെറി വിളിക്കുക. അത് തെറി എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. കടുത്ത ഭാഷ. വർണ്ണം എന്ന് എഴുതിയതിലെ രണ്ട് ഇരട്ട അക്ഷരം ആയതാണ് കൊറ്റക്കുഴപ്പം. അതിന് പറഞ്ഞ ചൊല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പം ഈ വർണ്ണം എഴുതി ഇങ്ങനെ അല്ലടാ എന്ന് പറഞ്ഞാണ് പറയുന്നത്. നമ്മളെ പഴയ സ്കൂളിൽ പ്രിന്റ് നമ്മുടെ സീനിയേഴ്സ് ഇങ്ങനെ പറയുമല്ലോ പലരും. അതെ, അത് പറയുമ്പോഴും നിങ്ങൾ മാതൃഭൂമി വർക്ക് ചെയ്ത ആളാണ്. ഈ സബ് എഡിറ്റർ ട്രെയിനായിട്ട് വരുന്നവരോട് ഭീകരമായ പീഡനമായിരുന്നു ഒരു കാലത്ത്. സത്യമാണ്, സത്യമാണ്. ട്രെയിനിങ് സ്റ്റാഫ് അല്ലല്ലോ. അതെ. അപ്പം എനിക്കറിയാം, ഞാൻ ദീപിക വർക്ക് ചെയ്തിട്ടുണ്ട്. ഭാഗ്യത്തിന് ഞാൻ ട്രെയിനി ആയിരുന്നില്ല, നേരിട്ട് സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ ജേർണലിസം കഴിച്ചതിന് ശേഷം കുറച്ചു കാലം ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്തു. ആന്ധ്രയിലെ ഈനെടു എന്ന് പറഞ്ഞൊരു പത്രത്തിലൊക്കെ വർക്ക് ചെയ്തു. അപ്പം ഈ സമയത്താണ് ഞാൻ ദീപികയിൽ നർമ്മദയുടെ കണ്ണുനീർ എന്ന് പറയുന്ന ഒരു പരമ്പര എഴുതുന്നത്. അന്ന് ദീപിക പരമ്പരയൊക്കെ വെളിയിൽ നിന്ന് എഴുതുമായിരുന്നു. അത് ഇഷ്ടപ്പെട്ടിട്ട് അന്നത്തെ ചീഫ് എഡിറ്റർ ആയിരുന്ന ഫാദർ ജോസ് പന്തപ്പളാന്തുട്ടി, അച്ഛൻ നല്ല അമേരിക്കൻ ജേർണലിസം പഠിച്ച അച്ഛൻ, എന്നോട് ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനാണെങ്കിൽ കല്യാണം ആലോചിക്കുന്ന സമയമാണ്. അപ്പോൾ കല്യാണം ആലോചിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോലി വേണോ, അല്ലെ ഭാര്യ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന സമയമാണ്. ഭാര്യയല്ല, കാമുകി പിണങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. വേണ്ട, ട്രെയിൻ ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ സബ് എഡിറ്ററാണ് ജോലി കയറുന്നത്. അപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യം, ട്രെയിനീസിനോടുള്ള ഒരു സമീപനം ഭയങ്കര മോശമാണ്. ഇതൊരു ലോകത്തിന്റെ കാലമാണ്. ഇത് ഇപ്പോഴും മാറാം, പക്ഷെ ഇതെല്ലാം മാറി, കാലം ഒരുപാട് മാറി. അതിന് നിർണായക ഘടകമായി മാറുന്നത് മൊബൈൽ ഫോണാണ്. ഇപ്പൊ ആർക്കും ആരും തെറി വിളിക്കാൻ പറ്റത്തില്ല, ആർക്കും ആരോടും ഫോണിലൊന്നും പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വരുന്ന അവസ്ഥ, നമ്മുടെ മുകേഷിന്റെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ മാറിയെങ്കിലും ഒട്ടും മാറാത്ത ഒരു മേഖലയാണ് ഈ സിനിമ എന്നാണ് പറയുന്നത്. സ്പോർട്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഒട്ടും മാറാത്ത മേഖലയാണ്. അവിടുത്തെ കാരണം മെയിൽ ഷോവനിസ്റ്റുകളുടെ ഒരു അധീശത്വമാണ് സിനിമയിൽ. അപ്പം 2 തരത്തിലുണ്ട്. ഒന്ന്, ഒരു നടി എത്ര മിടുക്കിയാണെങ്കിലും, എത്ര പ്രാഗൽഭ്യമുണ്ടെങ്കിലും, എത്ര കഴിവുണ്ടെങ്കിലും, ആ നടിക്ക് അവസരം കിട്ടണമെങ്കിൽ ഇപ്പോഴും ഈ അതിൽ സ്വാധീനമുള്ള നടന്മാർക്കോ അല്ലെങ്കിൽ സംവിധായകർക്കോ ഒക്കെ വഴങ്ങേണ്ട അവസ്ഥയുണ്ടെന്ന് പറയുന്നത്. പണ്ടുണ്ടായിരുന്നു ഷീലയുടെ അത് നിങ്ങൾ വായിച്ചിരുന്നത്. ഷീല, ഒരു പുരുഷൻ ഒരു സിനിമ നിർമ്മിച്ചു. സിനിമ അഭിനയിക്കാൻ വന്നയാൾ കൂടെ അഭിനയിക്കാൻ വന്നയാളല്ലേ? അല്ല, അയാൾ സിനിമ നിർമ്മിച്ചു. എന്നിട്ട് ഷീല വന്നത് കെട്ടിപ്പിടിച്ചു. അതുകൊണ്ട് അയാൾ നിർവൃതി അടഞ്ഞു. അതിന് അതിന് കുറെ കാശം മുടക്കി. അത് ഞാൻ സിനിമ വേണമെന്ന് വെച്ചു. ഷീല അയാളുടെ ലക്ഷ്യം അതായിരുന്നു. അല്ല, അന്ന് ഇതുപോലത്തെ ഒരുപാട് ആളുകൾ സിനിമയിലുണ്ടായിരുന്നു. ഞാൻ എവിടെയോ ഒരു സാധനം വായിച്ചു, അന്ന് സിനിമയിലെ പ്രൊഡ്യൂസറിനെ മുതലാളിന്ന് വിളിക്കാനും പാടുള്ളൂ. ഇപ്പം പി സുബ്രഹ്മണ്യം ആണെങ്കിലും മെരാൻ അവിടെ ഉദയല കുഞ്ചോക്കാണെങ്കിലും അവർ നമ്മൾ മുതലാളിന്ന് ഇവർ വിളിക്കാനും പാടുള്ളൂ. അല്ല, അപ്പം ഞാൻ പറഞ്ഞു, ഈ സിനിമയിലെ ഈ നായകന്മാർക്ക് അല്ലെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ ചില നിർമ്മാതാക്കൾക്ക് ഇപ്പം അപ്രസക്തരാണ്. ഇപ്പം ഈ പറയുന്ന നടന്മാർ തന്നെയാണ് നിർമ്മാതാക്കളും എന്ന് മാത്രമല്ല, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്. അതാണ് രസം. ഇപ്പോഴത്തെ സിനിമയിലെ ഏറ്റവും വലിയ തട്ടിപ്പ് അതാണ്. നമ്മൾ ഞെട്ടിപ്പ്. ഞാൻ ഈ അടുത്ത കാലത്ത് സിനിമാ മേഖലയായിട്ട് നിർമ്മാതാക്കൾ അപ്രസക്തരായി. പണ്ട് സിനിമയിൽ നിർമ്മാതാക്കളായിരുന്നു ഏറ്റവും വലിയ ആള്. ഒരുത്തൻ പണം മുടക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കമ്പനികളുണ്ടാവും. ഈ കമ്പനികളെല്ലാം സിനിമക്കാരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ കമ്പനി ആയിരിക്കും സിനിമയുടെ പ്രൊഡ്യൂസറായിട്ട് വരുന്നത്. ഒരു പൈസ പോലും മുടക്കത്തില്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് കുറേ അധികം ആളുകൾ കാശ് മുടക്കിക്കും. ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞത് സിനിമയോട് ഭ്രാന്തുള്ള ഒരു പ്രാഞ്ചേട്ടനായിരിക്കും. ഗൾഫിലോ അവിടെ എവിടെയെങ്കിലും ഒരു പ്രാഞ്ചേട്ടനായിരിക്കും. അപ്പോൾ ഇയാളോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരു 8 ലക്ഷം രൂപ അല്ലെ 8 കോടി അല്ലെ 10 കോടി തരൂ, നിങ്ങൾക്ക് ഞങ്ങൾ മൊത്തത്തിൻ്റെ കുറച്ച് തരാം.
പക്ഷെ ഇവരിങ്ങനെ 3-4 പേര് 8-10 കോടി മേടിക്കും. ഇവർ ഒരു പൈസ പോലും മുടക്കത്തില്ല. കുറെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ കാശ് മുടക്കും. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് ഇവൻ ലാഭം കൊയ്യും. നഷ്ടം വന്നാൽ ആർക്ക് പോയി? മറ്റൊരു പൈസ ഇല്ല. നഷ്ടം പോയാൽ ആർക്ക് പോയി? അവന് മാത്രം പോയി, ഇവനും നഷ്ടം. ഇതാണ് സിനിമ ഇപ്പം നടക്കുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർ പോയി. ഈ സിനിമ മേഖലയിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ നടന്മാർക്കും നടികൾക്ക് പലർക്കും പിടിച്ചു നിൽക്കണമെങ്കിൽ വളരെ അപൂർവം ചില നടിമാർക്ക് അവരുടെ പ്രതിഭ കൊണ്ട് പിടിച്ചു നിൽക്കാം. അല്ലാത്തവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ വലിയൊരു കോക്കസിന് വിധേയപ്പെടേണ്ടതായിട്ടുണ്ട് ഒരു വശത്തെ എന്ന് പറയുന്നു. ഈ ലേഖനം പറഞ്ഞ ഫ്ലാഷ് ബാക്ക് സിനിമയിൽ ഈ ലേഖയായി മാറുന്ന ആ കഥാപാത്രം ശാന്തം എന്നാണ് ഒറിജിനൽ പേര്. മദിരാശിയിൽ അന്നത്തെ കാലത്ത് അഭിനയിക്കാൻ ചെല്ലുന്നു. കൂടെ അച്ഛനും അമ്മയുണ്ട്. ഒരു സിനിമാ പത്രക്കാരനുണ്ട്, തിലകൻ്റെ കഥാപാത്രം, കൊരട്ടൂർ എന്ന മറ്റുള്ള കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ഇയാൾ വന്നിട്ട് ഇയാളാണ് ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നത്. എന്നിട്ട് അയാൾ ഒരു ദിവസം ചോദിക്കും, ഈ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞ പെൺകുട്ടിക്ക് തന്ത എന്ന് പറയുന്നത് ഒന്നില്ല, അങ്കിളാണ് എന്ന് പറയണം. ഇത് ആരെന്ന് ചോദിച്ചാൽ അങ്കിൾ എന്ന് പറയണോ? തിലകൻ്റെ കഥാപാത്രം തിലകൻ കഥാപാത്രം ഈ കുട്ടിയുടെ അച്ഛനെ കാണിച്ചിട്ട് പറയുന്നു, ഞാൻ സിനിമയിൽ ചോദിച്ചാൽ അച്ഛൻ എന്ന് പറയാം, അമ്മ കുഴപ്പമില്ല, അച്ഛൻ ഉണ്ടെന്ന് പറയരുത്, അങ്കിൾ എന്നേ പറയാവൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇയാൾ ഒരു ദിവസം വന്നിട്ട് പെട്ടെന്ന് ചോദിക്കും, അപ്പോൾ ഇയാളാണ് പേരിടുന്നു ലേഖയെന്ന്. ഈ ശാന്തമ്മയ്ക്ക് ലേഖ എന്ന് പേരിടും. ഇതാരാണ് എന്ന് ചോദിക്കും. ഉടൻ ലേഖ പറയും അങ്കിൾ. നീ പഠിച്ചു, നീ സിനിമക്കാരിയായി എന്ന് പറയും. ഭയങ്കര രസമാണ് ആ സിനിമ. അത് യൂട്യൂബിൽ കിട്ടും കേട്ടോ സിനിമ. നമ്മൾ ഞെട്ടിപ്പോ. അന്നത്തെ കാലത്തൊക്കെ മലയാള സിനിമയിലേക്ക് ഓരോ അവസ്ഥ ഉണ്ടല്ലേ. ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇത്ര രഹസ്യമാക്കി വെക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സിനിമയിലെ പല പൊയ്മുഖങ്ങളും തുറന്നു വീഴുന്നുണ്ട്. പല നടന്മാരും, വളരെ പ്രമുഖരായ പല നടന്മാരും ഈ സിനിമയുടെ ലൊക്കേഷൻസിൽ എങ്ങനെയാണ് നടിമാരോട് മോശമായി പെരുമാറുന്നത് അവിടെ തീരുന്നില്ല. അത് ഈ നടന്മാരും നടിമാരും തമ്മിലുള്ളത്. അപ്പോൾ ഈ പല ഗ്രേഡ് ഉണ്ടല്ലോ. അതെ, ഈ ചെറുകിട നടിമാരും ചെറുകിട നടന്മാരും, അതുപോലെ സാങ്കേതിക കലാകാരന്മാരും വളരെ കുറച്ച് സാങ്കേതിക കലാകാരികളും, താഴെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ. ഈ ജൂനിയർ എന്നെ കഴിഞ്ഞ ദിവസം ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രതിനിധി എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു, ഒരു നേതാവ്. അയാൾ പറഞ്ഞു, ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല, ഭയങ്കരമായ ചൂഷണമാണ്. അതായത് ഒരു തരത്തിലും ഈ ജൂനിയർ, കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് ഡെയിലി വേജസ് ആണ്. നമ്മൾ ഈ മറ്റേ ഈ ബംഗാളിൽ തൊഴിലാളികളെ കൊണ്ടുപോകുന്ന അതേ പരിപാടിയാണ്. കൊണ്ടുവരുന്ന ഏജന്റ് ഇതിൽ നിന്ന് പൈസ വെട്ടേം ചെയ്യുന്നുണ്ട്. അപ്പം അത് മാത്രം ഇവർ ഭയങ്കരമായി ചൂഷണം തരികയോ. ഇത് മാത്രമല്ല, സിനിമാ ഫീൽഡിലേക്ക് ഒരിക്കൽ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. ഒരു അഡിക്ഷനാണ്. പലരും പറയും സിനിമ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, ആ പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തലവരാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ അല്ലേ. ഞാൻ ചോദിക്കണത്, ഇപ്പം സുരേഷ് ഗോപി എങ്ങനെയാണ് ഇത്രയധികം വോട്ട് നേടിയത്? അത് സുരേഷ് ഗോപിയുടെ നന്മയാണെന്നൊക്കെ പറയുന്നു, നല്ല മനുഷ്യന്ന് പറയുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് സുരേഷ് ഗോപി ഒരു സിനിമാ താരം എന്ന നിലയിൽ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പം നിരന്തരമായി നമ്മൾ സ്ക്രീനിൽ കാണുന്നു. ആ നിരന്തര സ്ക്രീനിൽ കാണുകയും ആ സ്ക്രീനിൽ കാണുന്ന ആളുടെ കഥാപാത്രം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടും. ഒന്നുകിൽ കാമുകനായിരിക്കും. ഏതൊരു പെണ്ണിനും പ്രണയിച്ചു പോകുന്ന ദിവ്യ പ്രണയമാണ് ഈ കാമുകൻ അവിടെ. അല്ല, ഈ കഥാപാത്രങ്ങളുടെ പെണ്ണുങ്ങൾ കരയുമല്ലോ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ലഭിക്കാതെ പോയ പ്രണയം അവിടെ അതാ ഒരുത്തിക്ക് കിട്ടും എന്നുള്ള അസൂയയും ആ കൊടുക്കുന്നവനോടുള്ള ഇഷ്ടവുമാണ് ഇവരുടെ മേലെ ഇഷ്ടം. കുറച്ചുകൂടെ മുമ്പ് യാതൊരു എഴുത്തുകാരി എഴുതിയിരുന്നു, അവരുടെ കൗമാരത്തിൽ അവർ വേണുനാഗവള്ളിയെ ഭയങ്കര ആരാധിച്ചു. അദ്ദേഹം സ്ഥിരം കാമുകനാണല്ലോ സിനിമയിൽ. അപ്പോൾ എന്നും അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, വേണുനാഗവള്ളിക്കാണെങ്കിലും ജോലി കിട്ടണം എന്നുള്ളത്. കാരണം എല്ലാ സിനിമയിലും കഥാപാത്രം തൊഴിൽ രഹിതനാണ്. അപ്പൊ ഈ ഒരു ഇഷ്ടം, പിന്നെ ഇവരുടെ ധീരത, ഇവരുടെ ചങ്കൂറ്റം, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം. ഇവരും സാധാരണ മനുഷ്യരാണ്. നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ഇവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരോട് നമ്മൾ നേരിട്ട് ഇടപെടുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്ടം ആണ് ഈ സിനിമാ ലോകത്തിന്റെ ഒരു ഐക്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവര് പലപ്പോഴും ഇവർക്കുള്ള ഈ താരപരിവേഷവും, ഇവർക്കുള്ള ഈ അധീശത്വവും, ഇവർക്കുള്ള ഈ ഭയങ്കരമായ പവറും മണിയും ഇതെല്ലാം ഇവർ ദുരുപയോഗിക്കുന്നു. അടിസ്ഥാനപരമായി നമ്മുടെ സമൂഹത്തിന് ഇന്നത്തെയും ഒരു കുഴപ്പം, പെണ്ണിനെ നമ്മൾ ഒരിക്കലും ഒരു പൂർണ്ണ മനുഷ്യനായി അംഗീകരിക്കുന്നില്ല. സത്യമാണത്, അതൊരു സത്യമാണ്. കൺസ്യൂമർ പ്രൊഡക്റ്റ് പോലെ നമ്മൾ കാണും. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ നോക്കൂ, ഏറ്റവും അധികം പുരോഗമനവാദം പറയുന്ന CPM, കോൺഗ്രസ് ഇവിടെ ഫെമിനിസവും പുരോഗമനവാദവും പറയുന്ന CPM എത്ര സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്, എത്ര മന്ത്രിമാർ, 2-3 പേര് അവർക്കുണ്ടെന്നുള്ളത് കോൺഗ്രസിനേക്കാൾ ഭേദമാണ്. പോളിറ്റ് ബ്യൂറോയിൽ എത്ര പേരുണ്ട്, അല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്ര പേരുണ്ട്? അപ്പൊ വളരെ കുറച്ച് പേർക്ക് മാത്രം. അത് മാത്രമല്ല, എത്തപ്പെടുന്നവരാരൊക്കെയാണ്? നമ്മളൊരു സ്ത്രീകളെ അപമാനിക്കുകയല്ല, ഈ പാർട്ടിയുടെ
പുരുഷന്മാർ വളർന്നു വരുന്നത് പോലെ വളർന്നു വരുന്നവരല്ല. ഏതെങ്കിലും സ്വാധീനമുള്ള പുരുഷ നേതാവിന് അതെ പ്രിയങ്കരിയാണെങ്കിൽ പെട്ടെന്ന് വളർന്നു വരും, പെട്ടെന്ന് സീറ്റ് കിട്ടും, പെട്ടെന്ന് മന്ത്രിയാകും. നമ്മളിപ്പോൾ ആരുടെ പേരെടുത്ത് പറയണം, അതെ അതെ CPM കാര്യം മാത്രം എടുക്കുക. മന്ത്രിയായിട്ടുള്ളവരും നമ്മുടെ ശൈലജ ടീച്ചറിനെ പോലെ ശ്രീമതി ടീച്ചറിനെ പോലെ മാറ്റി വെക്കുക. അതെ അല്ലാതെ പെട്ടെന്ന് മന്ത്രിയായിട്ടുള്ളവരെ, അല്ലെങ്കിൽ ഇപ്പം ഭർത്താവിന്റെ കെയർ ഓഫിൽ വരുന്നവരുണ്ടല്ലോ. അങ്ങനെയൊക്കെ പലതരത്തിലും ഉണ്ട്. പെട്ടെന്ന് അധികാരത്തിലേക്ക് വരുന്ന അത് പണ്ട് ലീലാ ദാമോദര മേനോണ്ടല്ലോ, കോൺഗ്രസ് നേതാവ് MLA ഒക്കെ ആയിരുന്നു. അവർ ആത്മകഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് ചേട്ടന്റെ നിഴലിൽ എന്നായിരുന്നു. ചേട്ടൻ അവരുടെ ഭർത്താവ് KA ദാമോദര മേനോൻ, മന്ത്രി KPC പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ ആ പുസ്തകത്തിന്റെ ടൈറ്റിലിന്റെ പേരിൽ പിന്നീട് വലിയ വിവാദമായി പലരും. ചേട്ടന്റെ നിഴലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വ്യക്തിത്വം ഇല്ലേ എന്ന് സ്വാഭാവിക ചോദ്യം വരില്ലേ? അല്ല, അവരെ സത്യം പറഞ്ഞു. അവര് സത്യം പറഞ്ഞു. അത് അറ്റ്ലീസ്റ്റ് അവർ ചേട്ടന്റെ നിഴലിലാണല്ലോ. ആണല്ലോ. പലരും വേറെ ചേട്ടന്മാരുടെ നിഴലിലാണ്. അത് ശരിയാണ്. അപ്പൊ ഈ സ്ത്രീകൾക്ക് ഇപ്പോഴും, നമ്മൾ ഇവിടുത്തെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്കൻ പ്രസിഡന്റ് ഇതുവരെയായിട്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ടോ? ഇല്ല. എത്ര കഴിവുണ്ടെങ്കിലും അംഗീകരിക്കില്ല അവര്. ബ്രിട്ടനിൽ പിന്നെയും വന്നിട്ടുണ്ട്. അതെ. എന്നാലും ഒരാളെ വന്നിട്ടുള്ളൂ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബ്രിട്ടനിൽ ഒരു മാർഗരറ്റ് താച്ചറും ഒരു തെരേസ മേയും മാത്രമേ പ്രധാനമന്ത്രിയായിട്ടുള്ളൂ. ഇന്നിപ്പോ പിന്നെ ട്രംപ് വീണ്ടും കമലാ ഹാരിസിനെ കളിയാക്കിയിട്ടുണ്ട്. അവർ ഒട്ടും കഴിവില്ലാത്തൊരു സ്ത്രീയാണെന്ന് പറയാം. അല്ല, അതാ പറഞ്ഞ. അപ്പൊ അമേരിക്കയ്ക്ക് ഒരു, അതേസമയം പാകിസ്ഥാനും ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ്. അപ്പം ഒരു സ്വാധീനത്തിനും വഴങ്ങാത്ത ഒരു പുരുഷനെ പോലും ഒരു പെണ്ണിനെ കൊണ്ട് വീഴ്ത്താൻ പറ്റും എന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും ഈ അഴിമതിക്കാരല്ലാത്ത അല്ലെങ്കിൽ ധീരന്മാരായ പല രാഷ്ട്രീയക്കാരും പല ഉദ്യോഗസ്ഥന്മാരും വീണു പോകുന്നത് പെണ്ണിന് മുമ്പിൽ. അവർ അഴിമതി നടത്തത്തില്ല, അവർക്ക് അഴിമതിയോട് ഒരു തരത്തിൽ വിട്ടുവെച്ചില്ല, പക്ഷെ അവർ പെണ്ണിന്റെ മുമ്പിൽ വീണു പോകും. അപ്പം ഈ അങ്ങനെ പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന ഒരു മനുഷ്യർ, ഒരു വിഭാഗം. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പോലും ശക്തമായ ആരോപണമുണ്ട്. അതെ, അതിശക്തമായ ആരോപണമുണ്ട്. അപ്പം ഒരു വശത്ത് ഇത്, മറുഭാഗത്ത് ഒരു വിഭാഗം സ്ത്രീകൾ അവരുടെ അവസരത്തിന് വേണ്ടിയും അവരുടെ വിജയത്തിന് വേണ്ടിയും അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ടിറങ്ങുന്നു. ഇതും ഒരു ഗൗരവമേറിയ വിഷയമാണ്. അപ്പം ഇതിൻ്റെ ഇരകൾ, ഒരു വ്യക്തിത്വമുള്ള ഒരു പെണ്ണ്, ഐഡന്റിറ്റി ഒരു പെണ്ണ് ഇതിന് വഴങ്ങത്തില്ല. അപ്പോൾ അവൾക്ക് എന്നാ സംഭവിക്കാമെന്ന്, അവൾ സിനിമയിൽ നിന്ന് ഔട്ടാവും. അവളെക്കുറിച്ച് പേരുദോഷം കേൾക്കും. അതായത് പുരുഷന്മാരെ തേടി പിടിച്ച് നടക്കുന്ന നടികൾ ചിലപ്പം നല്ല ശീലാവതി ആയിരിക്കും. പക്ഷെ പുരുഷന്മാരെ റെസിസ്റ്റ് ചെയ്യുന്നവർ ചിലപ്പം പേരുദോഷമുള്ളവരാവും. അഹങ്കാരി മാത്രമല്ല, അതും പറയും. അവൾ ആഗ്രഹിച്ചിട്ട് ഞാൻ വഴങ്ങാത്തതുകൊണ്ടാണെന്ന് പറയും. അപ്പം ഈ ഒരു അന്തരീക്ഷത്തിന്റെ ഒരു അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉപകാരപ്പെടേണ്ടതാണ്. സിനിമാ സംഘടനകൾ ആവശ്യപ്പെടേണ്ടതാണ് ഇതിന്റെ പൂർണ്ണതം പ്രസിദ്ധീകരിക്കണം. സത്യം പറഞ്ഞാൽ അവരതിനുള്ള ആർജം അവർ കാണിക്കണം. സിനിമാ സംഘടനകൾ മാത്രമല്ല, സിനിമയിലെ പെണ്ണ് പിടിക്കാത്ത നടന്മാരൊക്കെ ആവശ്യപ്പെടുന്നു. അതെ, പട്ടികയിൽപ്പെടും. മമ്മൂട്ടിയെ കുറിച്ചൊക്കെ പറയുന്നത് മമ്മൂട്ടി വളരെ ഡീസന്റ് ആണെന്നാണ്. ഇതുവരെ ആരും മമ്മൂട്ടി സ്ത്രീകളുടെ കാര്യത്തിൽ ആരും മമ്മൂട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ല. മോഹൻലാലിനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട്, പക്ഷെ മമ്മൂട്ടിയെ കുറിച്ച് പറയാറില്ല. അപ്പം ആദ്യം ആവശ്യപ്പെടുന്ന മമ്മൂട്ടിയാണ്. കാരണം ഇത് മമ്മൂട്ടി അടക്കമുള്ള, മോഹൻലാൽ അടക്കമുള്ള നടന്മാർക്ക് വേണ്ടിയാണ് ഇത് മറച്ചു വയ്ക്കുന്നത് എന്ന് വേണമെങ്കിൽ ആരോപണം ഉണ്ടാവാം. അതുകൊണ്ട് അന്തസ്സായി സ്ത്രീകളെ ബഹുമാനത്തോടെ പെരുമാറുന്ന പുരുഷന്മാർ, നടന്മാർ, സിനിമയിലെ പുരുഷന്മാർ, അവർ പറയണം, ഇത് വെളിയിൽ കൊണ്ടുവരാൻ പറയണം, അല്ലേ? തീർച്ചയായും. മാത്രമല്ല, ഇന്ന് ഒരു പണ്ടത്തെ കാലത്തെ നടിമാർ ഇന്നത്തെ നടിമാർ തമ്മിൽ ഒരു അടിസ്ഥാന വ്യത്യാസം തോന്നിയിട്ടുള്ളത്, പണ്ടത്തെ നടിമാരെ പറ്റും അത്ര ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരൊന്നായിരിക്കും. ഇന്നാണെങ്കിൽ വളരെ പ്രൊഫഷണൽസ് ആണ് അഭിനയിക്കാനെത്തുന്ന പെൺകുട്ടികൾ പലരും തന്നെ. അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു ധൈര്യവും ഇവരെ ചെറുത്ത് നിൽക്കാനൊക്കെ ഉള്ള ഒരു ധൈര്യമുള്ള ഒരുപാട് പേര് ആ കൂട്ടത്തിലുണ്ട്. അവരെ പോലെ എത്രയോ പേര് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കത് ആവശ്യപ്പെടാം. അവർക്ക് ഇതല്ലെങ്കിൽ വേറെ ജോലി കിട്ടും. അപ്പം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 2-3 തരത്തിലുള്ള പീഡനങ്ങളുണ്ട്. ഒന്ന്, ഈ അധികാരമുള്ള നടന്മാരും അധികാരമുള്ള സംവിധായകരും, അതായത് പവറുള്ള, ആർക്കും ചവിട്ടി ഒതുക്കാൻ കഴിയാത്ത നടന്മാരും സംവിധായകരും സിനിമയിലെ ഈ ലീഡർമാരും, അവർ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു. അവർ ഒരുപക്ഷെ ഓടി നടന്ന് പീഡിപ്പിക്കുന്നുണ്ടാവില്ല, പക്ഷേ അവർക്ക് കീഴടങ്ങിയാൽ മാത്രമേ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു അവസ്ഥ. ഈ അവസ്ഥയാവാം ഒരുപക്ഷെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതെ, ഈ ഓടി നടന്ന് അതാവാം. 2, ഓടി നടന്ന് പീഡിപ്പിക്കുന്നവന്മാരുണ്ട്, വൃത്തികേടുകൾ പറയുന്നവന്മാരുണ്ട്. അതുപോലെ വാ തുറന്നാൽ അശ്ലീലം പറയുന്ന നടന്മാരുണ്ടെന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾ, അതിപ്പം നടന്മാർ മാത്രമല്ല, പുരുഷ സമൂഹത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സ്ത്രീകളുടെ മുമ്പിൽ അശ്ലീലം പറയുമ്പോൾ ഒരു പ്രത്യേകതരം രതിസുഖം അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട്. ശരിയാണ്. തുണിവൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞ നഗ്നതാ പ്രശ്നം, മറ്റേ ഒരു TG രവിയുടെ മകൻ പിള്ളാരെ വരെ തുണിവൊക്കെ കാണിച്ചാണ്. ആ ഒരു പിള്ളാരെ തുണിവൊക്കെ കാണിക്കുമ്പോൾ
ഒരു നിർവൃതി അനുഭവിക്കുന്നവൻ. അതുപോലെ നടിമാരോട് അശ്ലീലം പറയുമ്പോൾ സത്യത്തിൽ നിയമപരമായി തന്നെ അത് തടയാൻ വകുപ്പുണ്ട്. അതായത് സ്ത്രീയോട് അശ്ലീലം ഒരു സ്ത്രീയെ കൊണ്ടൊരു നീലച്ചിത്രം കാണിച്ചാൽ കേസെടുക്കാൻ വകുപ്പുണ്ട്. അപ്പൊ ഇതുള്ളപ്പോ ഇത്തരത്തിൽ ഓടി നിർന്ന് പീഡിപ്പിക്കുന്നവനും വാ തുറന്ന് അശ്ലീലം പറയുന്നവനും ഈ സിനിമാ ലോകത്തുണ്ട് എന്നത് വാസ്തവമാണ്. അവരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോ സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവർ ഓടി നടന്നത് വെട്ടുക, എന്താണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല. അല്ല, നമുക്കൊരു ഉദാഹരണം മുന്നിലുണ്ടല്ലോ. പാവപ്പെട്ട ഉമ്മൻചാണ്ടി അവരെത്ര അവമാനിച്ചു ക്രൂരമായിട്ട്. അദ്ദേഹം നിരപരാധിയാണെന്ന്, അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് നിരപരാധിയാണെന്ന് CBI എല്ലാവരും കണ്ടെത്തുന്ന കോടതിക്ക് സമ്മതിച്ചതിന് കാണാനുള്ള ഭാഗ്യത്തെ കിട്ടി. ചിലപ്പോൾ അല്ലെങ്കിൽ അതും കിട്ടൂലേ. അതെ, അത് വേഗത CBI അതും മര്യാദയ്ക്ക് ചെയ്തതുകൊണ്ട്. ഈ ഉമ്മൻചാണ്ടിയുടെ കേസ് ആ സ്ത്രീ ഒരു കുപ്രസിദ്ധിയാണെന്നും ആ സ്ത്രീ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നും പണ്ടേ തെളിഞ്ഞതാണ്. അതെ. എന്നിട്ടും ആ സ്ത്രീയുടെ പരാതിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കുകയും അതിൻ്റെ പേരിൽ നിയമസഭയിൽ പരിഹസിക്കുകയും അതിൻ്റെ പേരിൽ അപമാനിക്കുകയൊക്കെ ചെയ്ത പിണറായി വിജയന് നടന്മാരുടെ പേര് വെളി വരാൻ പേടിയാണെന്ന് പറഞ്ഞാൽ അവരുടെ സ്വകാര്യത എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നത്? ഉമ്മൻചാണ്ടിക്ക് അത് ഒരു യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞു. ജനമധ്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ജനങ്ങളുടെ നടുവിൽ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ക്ലിഫ് ഹൗസ് വെച്ച് അതെ മുറി അടച്ചിട്ടിട്ട് പ്രകൃതി വിരുദ്ധ ഭീഷണം നടത്തിയെന്നാണ്. ഉമ്മൻചാണ്ടി അത്ര വലിയ പൊട്ടനായിരുന്ന ആൾ മുഖ്യമന്ത്രി ആവത്തില്ലായിരുന്നല്ലോ. അപ്പൊ ഇത് പ്രചരിപ്പിക്കുകയും ഇത് പറയുകയും ഇതിന് പുറകെ നിൽക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടി അപമാനിച്ച പിണറായി ഇപ്പൊ സ്വകാര്യത എന്ന് പറയുന്നു. പിണറായിക്ക് താല്പര്യമുള്ള ചില നടന്മാർ കാണും, പിണറായിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ചില നടന്മാർ അവർ ഉപദ്രവിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? കേസെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ പേര് പുറത്തുവിടണ്ട. ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് കുമാരൊക്കെ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും ഓടിച്ചിട്ട് പീഡിപ്പിക്കുന്ന വിദ്വാൻമാർ നമ്മുടെ സിനിമയിലുണ്ട്. അവരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി പിണറായി വിജയൻ ഇത് മറച്ചു വെക്കുന്നതും ഇത് എന്താ പറയണ ഇതിൽ നിന്ന് ഈ മുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ലോകം വിവരാവകാശ കമ്മീഷൻ എന്തായാലും വെറുതെ വിടും ഞാൻ കരുതുന്നില്ല. അപ്പീൽ കൊടുക്കാം. എന്തായാലും ഈ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വൃത്തികൾ അവസാനിപ്പിച്ച മതിയാവും. അതിനുള്ള ഒരു വഴിയായി മാറണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. സിനിമാ ലോകം എന്നല്ല, സമസ്ത മേഖലകളിലും സ്ത്രീകൾ സുരക്ഷിതരാവണം. അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട സർക്കാർ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കരുത്. നന്ദി, നമസ്കാരം.